അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബഹീജ് വി പി. എൻ്റെ ചോദ്യം ഇതാണ്, വിസ്ഡം ഇസ്ലാം ജിന്ന മുജാഹിദ് എന്ന് പറയുന്നത് ആ സംഘടനയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്നോട് പല ആൾക്കും ചോദിച്ചു, എനിക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളും വിസ്ഡം ഇസ്ലാം എന്ന് പറയുന്ന ജിന്ന മുജാഹിദ് എന്ന് പറയുന്ന ഈ സംഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനസ് മൗലവി നമുക്ക് മറുപടി നൽകും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എനിക്ക് അവരോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു വിദ്വേഷമില്ല. ഇത് വലിയ പ്രശ്നമാണിപ്പോൾ. ഒരു ആളുകൾ വിചാരിക്കട്ടെ എനിക്ക് അവരുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ സുഹൃത്തുക്കളാണ് അതിൽ കൂടുതലുള്ള ആളുകളും. പിന്നെ നമ്മൾ ആശയ തലത്തിലാണ് ഇത്തരം സംഗതികൾ പറയുകയും സംവദിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ രൂപത്തിലേ കാണാവൂ. ആശയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ആശയതലങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട്. അത് ചിലത് അറിഞ്ഞും അറിയാതെയുമൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ വിസ്റ്റം സമൂഹത്തിൽ ഒരുപാട് സാധുക്കളായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർ കരുതുന്നത് അത് ഹക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ സംഗതി വ്യക്തമാവും. അതിലൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അള്ളാഹു പടച്ച അള്ളാഹുവിൻ്റെ ദാസന്മാരായ ഒരു പടപ്പാണ് നമ്മൾ മനുഷ്യർ. അതുപോലെ മറ്റൊരു പടപ്പാണ് ജിന്നുകൾ. ഇത് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ മനുഷ്യൻ്റെ ഡ്യൂട്ടിയും ജിന്നിൻ്റെ ഡ്യൂട്ടിയും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അപ്പോൾ 2 വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ പടച്ച 2 പടപ്പുകൾ. ഒന്ന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്, നമ്മൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പടക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹ് പടച്ച സൃഷ്ടിയാണ് ജിന്ന്. അപ്പോൾ നമ്മൾ വരുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇവരുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പടക്കപ്പെട്ടത്. മനുഷ്യനെ പടക്കപ്പെട്ടതിന് ശേഷം മനുഷ്യൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഖുർആൻ പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല ഒരു ഉദാഹരണം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്, ഇതിൻ്റെ ആ ആഴം മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ നാളെ പറയാൻ വേണ്ടി വെച്ചതാണ്, അപ്പോൾ ഇന്ന് പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു രാജാവ് തൻ്റെ ഇണയുമായി രാത്രിയിൽ സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അത് അത്ര കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. അപ്പോൾ രാത്രിയിൽ 14ാം രാവുള്ള രാത്രിയാണത്. അപ്പം നിലാവിങ്ങനെ മനോഹരമായി ആ രാത്രിയുടെ ഇരുളിനെ വകഞ്ഞ് നിലാവലകൾ പൊഴിച്ച് സുന്ദരമായുള്ള ആ രാത്രിയിൽ മുറ്റത്ത് തൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് രാജാവ് സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു വർത്തമാനങ്ങൾ പറയും ഇങ്ങനെ. ആ കൂട്ടത്തിൽ രാജാവ് തട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കാണുന്ന നിലാവുണ്ടല്ലോ, ആ നിലാവിനേക്കാൾ നീ സുന്ദരിയല്ലെങ്കിൽ, ആ നിലാവിനേക്കാൾ നീ അഹ്സനല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലും. അപ്പോൾ ഒരു വാചകമാണ് പറഞ്ഞത്. എങ്ങനെ? ആ കാണുന്ന മനോഹരമായ നിലാവിനേക്കാളും അഹ്സനല്ല നീയെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലും. അപ്പോൾ ഇത് കേട്ട് രോമാഞ്ചപുളകിതയായി രാജ്ഞി തോഴിമാരോട് ഈ വാർത്ത കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു, ആൾക്കാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ലീക്കായി, ഈ വർത്തമാനം പുറത്തായി. അങ്ങനെ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മീഡിയകൾ, അന്നത്തെ മീഡിയകളൊക്കെ കൊട്ടിഘോഷിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ നാട്ടുകാർ അറിഞ്ഞപ്പോൾ ആ നാട്ടിൽ കുറേ ജഡ്ജിമാരുണ്ട്, ഖാദിമാരുണ്ട്. അവർക്കിടയിൽ ഈ വിഷയം വന്നപ്പം ഈ വിഷയം വേറൊരു തലത്തിലേക്ക് മാറി. അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞു, ഞാൻ ആ രാജ്ഞിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പക്ഷെ നിലാവ് പോയിട്ട് ചെളിക്കൊണ്ട് പോലും ഒരിക്കലും അതുമായി താരതമ്യം ചെയ്യാൻ പറ്റൂല. അപ്പം നിലാവിനേക്കാൾ ഒരിക്കലും അവർ അഹ്സനല്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോയതെങ്ങോട്ട് വെച്ചാൽ, രാജാവിന് ഭാര്യ നഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ തലാഖ് സംഭവിച്ചു. ആ നാട്ടിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഫത്വ പറഞ്ഞു തലാഖ് സംഭവിച്ചു എന്ന്.
അപ്പോൾ യഹ്യബ്നു അക്തം എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തലാഖ് സംഭവിച്ചിട്ടില്ല, ഒരിക്കലും തലാഖ് സംഭവിച്ചിട്ടില്ല, ഒരു പണ്ഡിതനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും ഈ കാര്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ യഹ്യബ്നു അക്തമിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ ഉസ്താദ് അടക്കം തലാഖ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തലാഖ് സംഭവിച്ചില്ല എന്ന് പറയും. ആ സന്ദർഭത്തിൽ ഈ യഹ്യബ്നു അക്തം എന്ന പണ്ഡിതൻ പറഞ്ഞത് കാണാൻ കഴിയും, ഈ ഫത്വ പറയേണ്ടത് ഇൽമു കൊണ്ടാണ്, ഇൽമു കൊണ്ടാണ് ഫത്വ പറയേണ്ടത്. എന്നാൽ ഏറ്റവും വലിയ ആലിമായ അഅലമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഫത്വ പറഞ്ഞിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ രാജ്ഞി മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഏറ്റവും നല്ല തഖ്വീമിലാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചന്ദ്രനേക്കാളും അഹ്സൻ തഖ്വീം, ഏറ്റവും ഉന്നതമായ തഖ്വീമിൽ പടക്കപ്പെട്ടത് മനുഷ്യനാണ്. ഞാനത് സൂചിപ്പിച്ചത് ജിന്നുകളെക്കാൾ മുകളിലാണ് ആര്? മനുഷ്യൻ. ലോകത്ത് പടക്കപ്പെട്ട എല്ലാത്തിനേക്കാളും ഉന്നതമാണ് മനുഷ്യൻ. ഇതിൽ ഏറ്റവും അധികം ഹസദ് വന്ന ഒരാളാണ് ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദം നബിയെക്കുറിച്ച് നമ്മുടെ ഉപ്പ എന്ന് പറയുന്ന പോലെ ജിന്നുകൾ അവരുടെ ഉപ്പയായിക്കൊണ്ട് നടക്കുന്ന ആളാണ് ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസും ആദം അലൈഹിസ്സലാം നമ്മുടെ ഉപ്പയും തമ്മിലുള്ള ഫൈറ്റ് അന്നു മുതൽ ഇന്ന് വരെ തുറന്നു പോരുകയാണ്. അപ്പോൾ മനുഷ്യരോട് ശത്രുത എന്നുള്ളത് ജിന്നുകളുടെ അസുലാണ് എന്നാണ് ഉലമാ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർ രണ്ടുപേരും ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് തലങ്ങളിൽ. അപ്പോൾ അവരുടേതായ മേഖലകളിൽ പല പരിപാടികളും എടുത്തുകൊണ്ടിരിക്കും. അവർ മനുഷ്യനുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുക, ഉപദ്രവമുണ്ടാക്കുക, ഇടങ്ങേറുണ്ടാക്കുക, ഇതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിൻ്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞത്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പോൾ ജിന്നുകൾ ഈ രൂപത്തിൽ മനുഷ്യനോട് ഏറ്റവും അധികം ശത്രുതയുള്ള ഒരു സൃഷ്ടി വിഭാഗമാണ്. ആ വിഭാഗവും നമ്മളും തമ്മിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തുറന്നു തന്ന ഒരു വഴിയല്ല, ഒരു മേഖലയല്ല. എന്നാൽ അവരില്ലേ? ഉണ്ട്. അവർ പ്രവർത്തിക്കുന്നില്ല, ഉണ്ട്. മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലേ? ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ജിന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് തുറന്നു തന്ന ഒരു സയൻസിൻ്റെ ലോകമല്ല അത്. ഒരു സയൻസിൻ്റെ ഒരു ഭൗതിക ലോകം, നമ്മൾ ഭൗതിക ശാസ്ത്രം സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോയി നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കി നോക്കിക്കണ്ട് ഏതൊരു കാര്യവും നമുക്ക് നമ്മുടേതായ പരിമിതിയിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരം, അവൻ്റെ സെല്ലോപ സെല്ല്, അങ്ങനെ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ അത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സയൻറ്റിഫിക്കായി ഒരിക്കലും മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് വഹയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, വഹയിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന കാര്യം. അതിൽപ്പെട്ടാണ് നമ്മുടെ റൂഹ്, ആത്മാവ്. നമുക്കറിയില്ല റൂഹ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ശരീരത്തെക്കുറിച്ചോ നമുക്ക് കീറി മുറിച്ച് അതിൻ്റെ സെല്ലുകൾ എടുക്കാം, DNA വേർതിരിക്കാം, അതിൻ്റെ കോഡ് എടുക്കാം. ഇങ്ങനെ ഒരുപാട് സങ്കീർണമായ കാര്യം ശരീരത്തിൻ്റെത് പഠിക്കാം. പക്ഷേ റൂഹ് എന്താണെന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ പറയുന്നത് കുൽ റൂഹു മിൻ അംരി റബ്ബിഹി, അത് റബ്ബിൻ്റെ ഇടപെടലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനാധികാരത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവേ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ വളരെ പരിമിതമായ അറിവിൽ നിന്ന് അറിവിൽ നിൽക്കുന്ന നമുക്ക് റൂഹ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ സയൻറ്റിഫിക്കായ പഠനങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല. അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. ഇതുപോലെ അള്ളാഹു പടച്ച ഒരു സൃഷ്ടിയാണ് ജിന്ന്. മനുഷ്യൻ എത്ര സയൻറ്റിഫിക്കായി ഉയർന്നാലും മനുഷ്യൻ്റെ ആ അറിവ് കൊണ്ട് എത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ജിന്നുകളുടെ ലോകം. അതിനെക്കുറിച്ച് അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനപ്പുറത്തേക്കൊരു കാര്യം നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ പാടില്ല, അവകാശമില്ല. അതുപോലെ തന്നെയാണ് ബർസഖ്, നമ്മൾ മരിച്ചതിന് ശേഷമുള്ള ജീവിതം, ആ ഖബർ ജീവിതം എന്താണ്? നമുക്ക് പോയിട്ടൊരു ടേപ്പ് റെക്കോർഡറെ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമറ ഇപ്പോൾ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ച് കഴിഞ്ഞാൽ ഖബർ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടുത്തെ രംഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അത് ബർസഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകമാണ്, മറ്റൊരു വേൾഡാണ്. ആ രൂപത്തിൽ പടച്ചവൻ സംവിധാനിച്ച സംവിധാനങ്ങളാണ്. ഇതിനെക്കുറിച്ചെല്ലാം വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരക്ഷരം പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയ ചെറിയ പാളിച്ചകൾ മനുഷ്യരിൽ സംഭവിക്കും. അങ്ങനെയാണ് ഒരു ഉസ്താദ് ഒരു കാര്യം എഴുതി, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു പോകുന്ന ഒരാൾ. അപ്പോൾ രാത്രിയുടെ ഇരുള് തപ്പിത്തടഞ്ഞു പോകുന്ന ഒരാൾ, അപ്പോൾ ആരുമില്ല, ഇയാൾ ഇരുട്ടത്തിങ്ങനെ തപ്പിപ്പോവാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഇയാൾ വിചാരിക്കണം അത് ജിന്നായിരിക്കാം എന്ന് വിചാരിച്ചിട്ട്
ഇയാൾ ചോദിക്കുന്നു, ജിന്നെ എന്നെ സഹായിക്കണേ, എനിക്ക് വെളിച്ചം തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ ആ സഹായതേട്ടം ശിർക്കല്ല. ഇതാണ് വാദം. മനസ്സിലാക്കണം. പലപ്പോഴും ഈ വിസ്റ്റം വിഭാഗത്തോടെങ്കിലും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വാദമില്ല, അല്ലാഹ് എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. അതൊക്കെ ശരി, അവിടെ നിൽക്കട്ടെ. പോയിന്റിലേക്ക് വാ. പോയിന്റ് എന്താ? ഒരാൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട് അയാൾ വിചാരിക്കുക ജിന്നായിരിക്കാം. അപ്പോൾ ശബ്ദം കേൾക്കണമെന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ജിന്നുണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് ഇയാൾ ജിന്നെ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്നിങ്ങനെ തേടിയാൽ അത് ശിർക്കല്ല. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു വാദത്തിന് ആയത്തോ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ടമോ ഒരു ഹദീസോ അല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ കഷ്ടമോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കാർക്കും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. നമുക്കാർക്കും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മളാരും തർക്കിക്കില്ല. ഒരു ആയത്തിങ്ങോട്ട് ഓതിയാൽ ഒരു ഹദീസിങ് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് നിഷ്ഫലമായി പോകും. നമ്മൾ ചോദിച്ചത് ഈ വാദത്തിന് ഒരു സ്വഹീഹായ ഹദീസോ ഒരായത്തോ നിങ്ങൾ തന്നാൽ നമ്മളും അത് സ്വീകരിക്കാം, നമുക്കും തർക്കില്ല. അല്ല, നിങ്ങളും നമ്മളുമൊക്കെ ആ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ നമുക്കത് സ്വീകരിക്കാം. പക്ഷെ നാളിതുവരെ ഒരു വചനം തെളിവായി ഉദ്ധരിക്കാൻ, ഒരു ആയത്ത് തെളിവായി ഉദ്ധരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇനിയും അവസരമുണ്ട്. ഈ പ്രൊഫഷൻ കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ പോയി ചോദിച്ചിട്ട് ഒരായത്ത് ഉണ്ടെങ്കിൽ ആ ആയത്തങ്ങോട്ട് കൊടുത്ത് ഈ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വഹീഹായ ഹദീസ് കൊടുത്ത് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തർക്കമുണ്ടാവില്ല. ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു തീം അവതരിപ്പിക്കുമ്പോൾ, ഒരു തീറ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുക? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നമ്മളൊരു തിയറി ഉണ്ടാക്കിയാൽ അത് പ്രാക്ടീസ് ചെയ്യണം. എവിടെ അത് പ്രാക്ടീസ് ചെയ്യും? ഇപ്പോൾ MBBS പഠിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. നമ്മൾ കുറേ തിയറികളും റൂളുകളും ഒക്കെ നമ്മൾ പഠിച്ചു നോക്കും. എന്നിട്ട് അതിനൊരു പ്രാക്ടിക്കൽ മേഖല ഉണ്ടാവും. നിങ്ങൾക്കത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മേഖല ഉണ്ടാവും. അവിടെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. സ്വാഭാവികമായും ഇത്തരമൊരു തിയറി കൊണ്ടുവന്നാൽ ഇതെവിടെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വിഭാഗം അകപ്പെട്ടു പോയ ആ പ്രവർത്തന മേഖലയുടെ ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് വെച്ചിട്ട് അവരാരും ജിന്നുകളോട് ഇങ്ങനെ തേടും, ജിന്നെ ഞങ്ങളെ സഹായിക്കണേ, ജിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചരണേ എന്ന് തേടുന്ന ഞങ്ങളാരും വിശ്വസിക്കണില്ല, നിങ്ങളും വിശ്വസിക്കണ്ട. മനസ്സിലാക്കണം. ഇത് ഏറ്റവും വലിയൊരു ക്ലിപ്പാക്കി വേണം നിങ്ങൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു തിയറി പ്രകാരം ജിന്നെ സഹായിക്കണേ, ജിന്നെ തേടണം, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഇവർ തേടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്നും ഞങ്ങൾ പറയണില്ല. അങ്ങനെ ആവരുതുള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെല്ലാവരെയും. എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഇതിനോട് ബന്ധപ്പെട്ട് ഇവർ കൊണ്ടുവരുന്നൊരു സബ്ജക്റ്റാണ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞിട്ട്. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഈ പല ജാതി രോഗങ്ങളുള്ള പ്രയാസമുള്ള ആളുകളുണ്ടാവും. ചില നമുക്ക് മനസ്സിലാവും, ചില സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും, മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരെ ചികിത്സിക്കാൻ വേണ്ടി ഇവർ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചികിത്സാ മുറ കൂടി ഇവരിതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഉള്ളതിൻ്റെ ഒരു പുതിയ ന്യൂ വെർഷൻ ഇവർ രൂപപ്പെടുത്തി കൊണ്ടുവന്നു. അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രായം അല്ല, ഒരല്പം കൂടി പ്രായം ഉണ്ടാവും, ഒരു ചെറിയ ചെക്കൻ, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സുഹൃത്താണ് അദ്ദേഹവും. പക്ഷേ അദ്ദേഹം പോയി ചെന്ന് നോക്കുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ മന്ത്രവാദികളായ ആളുകൾ ചെയ്യുന്ന അതേ കുഫ്റിൻ്റെ എന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് തെറിച്ചു പോണ പ്രവർത്തനം ഇദ്ദേഹം ചെയ്യുക മാത്രമല്ല, ചെയ്തത് സമൂഹത്തിൻ്റെ മുന്നിൽ കേൾക്കാവുന്ന രൂപത്തിൽ ഇന്ന് പ്രകടമായി നമ്മുടെ കയ്യിൽ ക്ലിപ്പായി കിട്ടുകയാണ്. അഥവാ ഒരു ചെറിയ മകൻ, ആ മകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ഈ സലഫി തൗഹീദ് നിങ്ങളെപ്പോലെയുള്ള ഈ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഇതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് വളർന്നു വന്ന ഒരു സെക്കൻഡ്, ഷിർക്കിൻ്റെയോ ബിദ്അത്തിൻ്റെയോ ഖുറാഫാത്തിൻ്റെയോ ഒന്നും മേഖലയിൽ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരാൾ. അദ്ദേഹം ഈ പറയുന്ന സലഫി മൂവ്മെൻറ്റും ESMഉം MSMഉം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയി നടന്ന ഒരാൾ, ഒരു ചെറിയ ചെക്കൻ, ഇത് കേട്ട് പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹം പോയിട്ട് മന്ത്രവാദികൾ ചെയ്യുന്ന അതേ പ്രവർത്തനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചെയ്തു എന്ന് മാത്രമല്ല, തനിക്കുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് പുറത്തു വന്ന ഒന്നു മാത്രമാണ്, പുറത്തു വരാത്ത ഒരുപാട് സംഗതികളുണ്ട്. പുറത്തു വന്നതിൽ തന്നെയും അപകടകരമായ, പുറത്തു കേൾപ്പിക്കാൻ കഴിയാത്ത അത്രയും മോശമായ ചില സംഗതികളും പുറത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ വാരി പുറത്തിടുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് മാക്സിമം ഒരു പരിധി വെച്ചിട്ടാണ് പറയണത്. അതിന് അവർ ഏതെങ്കിലും കൗണ്ടർ ചെയ്യാൻ വന്നാൽ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. കൗണ്ടറിങ് ഇല്ലാത്തപ്പോൾ നമ്മളൊരു പരിധിക്ക് ലിമിറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ
ഇവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത്, ഇവർ ചെന്നുപെട്ട അപകടത്തിൽ നിന്ന് അവരെ ഊരി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇടപെടുന്നത്. നമ്മളിത് പറഞ്ഞിട്ട് ഒരുത്തും നശിച്ചു പോകരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് വളരെ അപകടകരമായ തലത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ ഇവർ തേടുന്നു, അല്ലെങ്കിൽ ജിന്നേന്ന് വിളിച്ചിട്ട് സഹായം തേടുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ഇവർ ഈ മന്ത്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരാൾക്ക് ജിന്നു കൂടി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ പിച്ചുമ്പയും പറയുകയാണ്. അവൻ്റെ അടുക്ക് ചെന്നിട്ട് എൻ്റെ പേരെന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അയാൾ പറയും, എന്ത് പറയും, ഞാൻ ഗോപാലനാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നീ ആരാണ്? ഞാൻ മറ്റേ ഇന്നാൾ കെട്ടി തൂങ്ങിയില്ലേ, അവിടുന്ന് അങ്ങനെ വന്ന് കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത് മാത്രമല്ല, കശ്ഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം ഇവർ കൊണ്ടുവന്ന് വെച്ചു. കശ്ഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിങ്ങനെ ഈ പണിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് പോയിട്ട് ഇയാളോട് ചോദിക്കും, എന്ത് അതെങ്ങനെയാണ്, നമുക്ക് പറ്റിയതാണോ? അപ്പോൾ ഈ കശ്ഫിൻ്റെ ആൾ പറയും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ കശ്ഫാരാന്ന് ചോദിച്ചാൽ വേറൊരു ശൈത്താനാണ്. മനസ്സിലായോ? ജിന്ന് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക്. ജിന്നാണ് ഈ പറയുന്നത്. ഈ കശ്ഫ് എന്നൊക്കെ പറഞ്ഞാൽ ജിന്നാണ്. എനിക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് എനിക്ക് പിന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം വെച്ചാൽ സാധാരണ ക്ഷുദ്ര പ്രവർത്തനം നടത്തുന്ന മന്ത്രവാദികളായ ആളുകൾ, ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആളുകൾ ചെയ്യുന്ന പണി വർക്ക് ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ല. അറബി കോളേജിലൊക്കെ പോയി പഠിച്ച് കിതാബൊക്കെ ഓതി, നിങ്ങളെപ്പോലെ പ്രൊഫഷണലായി പോയ ആളുകളല്ലേ, കിതാബൊക്കെ ഓതിയ ആളുകളുടെ അവസ്ഥയിൽ പറയുന്നത്. നമ്മളിത് പുറത്തു കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ യുവത്വത്തെ, ഈ ചെറുപ്പത്തെ എങ്ങനെ എത്തിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ അപകടം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി അവരുമായി വിയോജിക്കുന്ന കാര്യം. അപ്പോൾ ഇത് വിയോജിപ്പ് എന്ന് പറയുമ്പോൾ, ഞാനിതിപ്പോൾ പറഞ്ഞാൽ ഇത് റെക്കോർഡഡാണ്, ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നാട്ടിൽ മുഴുവൻ പ്രചരിക്കും. അത് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലും അത് എത്തും, അവരുടെ നേതാക്കന്മാരത് കാണും. സ്വാഭാവികമായും അടുത്ത ദിവസം വിചാരണ തുടങ്ങും. മനസ് മൗലവിയെ വിചാരണ ചെയ്യുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടെ ഞാൻ പറയണത്, ഇതിലൊരു ഹർഫ് അത് കളവാണ്, ശരിയല്ല, എവിഡൻസ് ഇല്ലാത്തതാണ്, മൂപ്പര് തട്ടിവിട്ടതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളല്ല ഓരോ ദിവസവും എന്നെ എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോമാണ്. ആ എണ്ണച്ചട്ടി കണ്ടിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വർത്തമാനം പറയണത്. അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കുകയാണെങ്കിൽ ഔദ്യോഗികമായി അത്തരം ആളുകളുടെ നേതൃത്വത്തോട് ഇരുന്ന് സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് നമ്മൾ നിർവഹിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവർ അപകടത്തിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി. നമ്മൾ ആ ഒരു പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നെങ്കിൽ 100 യുവാക്കൾ, ചെറുപ്പക്കാർ ഈ കശ്ഫ് വാദത്തിൽ പോയി വീടുമായിരുന്നു, ഈ മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ പോയി വീടുമായിരുന്നു, ഈ കുഫ്റിൽ അവർ വീണുപോകുമായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ മന്ത്രവാദ പ്രവർത്തനത്തിന് പോയ നമ്മുടെ ചെറുപ്പക്കാരെ, അവരോട് ഞാൻ ചോദിക്കണം, നിങ്ങൾ ആ സന്ദർഭത്തിൽ മരിച്ചു പോയിരുന്നെങ്കിലോ? നിങ്ങളിപ്പോൾ പറയണ്ടല്ലോ ഞങ്ങളിപ്പോൾ അവിടുന്ന് റിക്കവർ ചെയ്തു എന്ന്. അത് വലിയ കേന്ദ്രം എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ വലിയൊരു പ്രതിരോധം, ഒരു മതിൽക്കെട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെട്ട് മാറുന്നത്, പലതും നിങ്ങൾ പിൻവലിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിലോ? അള്ള നമ്മെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, പടച്ചവും പടച്ചിട്ട് റബ്ബ് നമ്മളെ പടച്ചതിന് ശേഷം ഈ ശ്വാസവും ഈ വെള്ളവും ഈ അന്നനാളവും അതുപോലെ തന്നെ ഈ കരളും കിഡ്നിയും ഇതൊക്കെ വെച്ച് തന്നിട്ട് നല്ല ജെന്റിൽമാന്മാരായി സുന്ദരന്മാരായി പടച്ചിട്ട് ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചു, വലാ തമൂത്തുന്ന ഇല്ല വ അന്തും മുസ്ലിമൂൻ. നിങ്ങൾ നന്നായി ജീവിച്ചോ, അനുവദിക്കപ്പെട്ടതെല്ലാം ആസ്വദിച്ചോ, പക്ഷെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഞാൻ ചോദിക്കുകയാണ്, ഈ ചെയ്ത ചെറുപ്പക്കാർ, ഈ കുഫ്ർ ചെയ്ത ചെറുപ്പക്കാർ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ കാഫറായി ലോകത്തുനിന്ന് യാത്രയായി പോകുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് നമ്മെ എല്ലാവരെയും. ഇത് നിഷേധിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഞാനൊരു വെല്ലുവിളിയായി തന്നെ, അങ്ങനെ ഇപ്പോൾ വെല്ലുവിളിക്കാറില്ല, കാര്യം ഈ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോൾ അവരോട് തന്നെ വെല്ലുവിളിക്കണുണ്ടോ എന്ന് പറയും, വെല്ലുവിളിക്കണില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് മൗലവി ഇങ്ങനെ തട്ടിവിടുകയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാതിരിക്കാൻ വേണ്ടി, ഇനി അതല്ല ഇത് ഏറ്റെടുത്തിട്ട് ആരെങ്കിലും സംവദിക്കാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുകയാണ്, ഇതിനെ നിഷേധിക്കാൻ വിസ്റ്റം വിഭാഗത്തിന് സാധിക്കുമോ? ഈ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാൻ. ഒന്ന്, ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയ കാര്യം. അള്ള പറഞ്ഞത് അങ്ങനൊരു കഴിവില്ലെന്നാ. ഞാൻ ഒരു പ്രയാസത്തിലകപ്പെട്ട് ഞാൻ ആരെങ്കിലും ഒരാളെ ഫോൺ ചെയ്ത് വിളിച്ചാൽ അയാൾ വരും എന്ന് സങ്കല്പിക്കാം. പക്ഷേ
ഇവിടെ എവിടെങ്കിലും ജിന്നുണ്ടെന്ന് കരുതി ഞാൻ വിളിച്ചാൽ ജിന്നിനെ സഹായിക്കാൻ കഴിയില്ല എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വിളിച്ചു നോക്കാനാണ് പറഞ്ഞത്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ഈ ആളുകളെ നിങ്ങൾ വിളിച്ചാൽ വരുമെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന, നിങ്ങൾ രക്ഷിക്കുമെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിച്ചു നോക്ക്, നിങ്ങൾ വിളിച്ചു നോക്കുന്ന ഖുർആൻ പറയുന്നത്. ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ ഒരു പ്രയാസം നീക്കിത്തരാനോ നിങ്ങൾ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുത്താനോ അവർക്ക് കഴിയില്ല. അള്ളാഹ് പറയാണ് കഴിയില്ല. ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. മുഹമ്മദ് റസൂലുള്ള മക്കത്ത് ജീവിക്കുമ്പോൾ അവിടെ കുറേ ജിന്നുണ്ട്. മക്കയിൽ ജിന്നിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. മക്കയിലെ കുറേ ജിന്നുകൾ അവരിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഖുർആൻ കേൾക്കുകയാണ്. നബി ഇങ്ങനെ ഖുർആൻ ഓതുന്നു, സുബഹിസ്കാരത്തിൽ ഖുർആൻ കേൾക്കുകയാണ്. അപ്പോൾ ഈ ജിന്നുകളെല്ലാം കൂടെ അവിടെ നിന്നു. കൊള്ളാലോ, ഇത് കൊള്ളാലോ. അവരിത് ആകർഷിച്ചു, അവരെല്ലാം കൂടെ മുസ്ലിമായി. ഇതൊന്നും നമ്മളറിയണില്ല. ആര്? മുഹമ്മദ് റസൂലുള്ള പോലും അറിയണില്ല. അവർ മുസ്ലിമായി വരും. പിന്നെ അള്ളാഹ് വഹി കൊടുക്കുമ്പോഴാണ് റസൂൽ അറിയണേ ഇങ്ങനെ വഴിയെ പോയ കുറേ ജിന്നുകൾ ഖുർആൻ കേട്ട് മുസ്ലിമായി എന്ന് നബി അറിയുന്നത്. വലക്കത് ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട കുറേ ആളുകൾ ഖുർആൻ കേട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടു എന്ന് അവർ പറഞ്ഞത് അള്ളാഹു റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കുമ്പോഴാണ് നബി അറിയുന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അവിടെ. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ ആ സമയത്ത് ഇതുപോലെ ആയിരുന്നു. ഏത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജിന്നെ ഞങ്ങൾ നോക്കിക്കോണേ, അവർ പറയും ജിന്നെ ഞങ്ങളുടെ പ്രശ്നം, ജിന്നെ എൻ്റെ കുട്ടി, ഇങ്ങനെ ഓരോന്നും ജിന്നിനെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഈ ജിന്നാകട്ടെ ഇവർ വിളിച്ചോടുന്ന ജിന്നുകളൊക്കെ മുസ്ലിങ്ങളുമായി. അപ്പം മരിച്ച ജിന്നല്ല, ജീവിച്ചിരിക്കുന്ന മക്കയിലുള്ള ജിന്നുകൾ മുസ്ലിങ്ങളായി. അവരെ വിളിക്കുന്ന ആളുകളോട് അള്ളാഹ് പറയുകയാണ് നിങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യമില്ല. ഉലായിക്കല്ലദീന യദ്ഉന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് ഇപ്പോൾ അള്ളാഹിനെ ആരാധിക്കുകയാണ്. ആര്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആര്? നിങ്ങൾ വിളിക്കുന്ന ജിന്നുകൾ മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ അവർ മുസ്ലിമായിട്ടുണ്ട്. അവർ അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയാണ്. യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുകയാണ് അവരെ. അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് അവരെ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടത് തന്നെ എന്ന് സൂറത്ത് ഇസ്രായേൽ അള്ളാഹ് പറയാണ്. അപ്പോൾ ഈ ആയത്തിനെതിരെ ഒരു തത്വം കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെങ്കിൽ, ഒരു തത്വം പറയണമെങ്കിൽ അതിന് വേറെ ഇതിനെ മൻസൂഹാക്കുന്ന, ദുർബലപ്പെടുത്തുന്ന തെളിവ് വേണ്ടേ? അപ്പോൾ ഇത് ശിർക്കല്ല. ജിന്നുകളോട് ഈ പറയുന്ന സഹായതേട്ടം ശിർക്കല്ല. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും പറയണില്ല. അത് ശരി, മാറ്റിവെച്ചോ, തേടരുതൊരിക്കലും. പക്ഷേ ഈ ശിർക്കല്ല എന്ന് ഈ പറഞ്ഞതുണ്ടല്ലോ, അതിന് ദലീൽ എവിടെ? ശിർക്കാന്ന് അള്ളാഹ് പറഞ്ഞെടുത്ത് അല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ നബിയാകണ്ടേ? ഇപ്പം ചില ആൾക്കാർക്ക് ഈ വിസ്ഡം വിഭാഗത്തിൻ്റെ ഒരു നബിയാണ് ഇപ്പം ഞാൻ. കാരണം അവരുടെ ആകെയുള്ള തെളിവ് ഞാനാന്നാണ് പറയണേ. ഞാൻ തെളിവാണെങ്കിൽ ഞാൻ നബിയാകണ്ടോ? ഞാൻ നബിയാകണ്ടേ? ഞാൻ പ്രവാചകനാകണ്ടേ? മനസ്സിലാക്കണം. എൻ്റെ ഒരു വാക്കെടുത്ത് ഇതാണ് തെളിവ് എന്ന് പറയണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ നബിയാകണ്ട ഞാൻ. വല്ലാഹി ഞാൻ നബിയല്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് പറയരുത്. ഞാൻ നബിയല്ല, എനിക്ക് വഹിയുമില്ല. ഞാൻ വഹിയുള്ള മുഹമ്മദ് റസൂലുള്ളാഹിനെ പിൻപറ്റുന്ന റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിലെ ഒരു അണി മാത്രമാണ്. അപ്പോൾ വളരെ കൃത്യമാണ്, ലളിതമാണ് സംഗതി. ഒന്ന്, ഈ സഹായ തേട്ടത്തിൽ ശിർക്കല്ല എന്ന് പറയുന്ന വാദം അപകടം. രണ്ട്, ഇതുമായി ബന്ധപ്പെടുത്തി ഇവർ ജിന്നിനെയൊന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അതിലും വലിയ അപകടം. അപ്പോൾ അത് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ അതിന് പാടില്ല, അത് ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല, ഇത് ശിർക്കായ സംഗതിയാണ്, നമ്മളത് ഒഴിവാക്കണം എന്ന പൊതുതത്വത്തിലേക്ക് വന്നാലല്ലാതെ വേറെന്ത് അമൽ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. അതാണ് ഈ ശിർക്കിൻ്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് പണിയെടുക്കും, അത് ചെയ്യണില്ലേ? സ്ക്രീൻ വെച്ച് പരിപാടി നടത്തുന്നില്ലേ? നമ്മളിപ്പോൾ മറ്റേ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നില്ല. എല്ലാം ഉപയോഗപ്പെടുത്തിയാലും ആഖിറത്തിലെത്തുമ്പോൾ ഖുർആൻ പറഞ്ഞു ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. എന്താ പറഞ്ഞ വാചകം എന്നറിയോ? എന്താ വാചകം എന്നറിയോ? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് തഅബാനായി അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വന്നാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, പോണത് നരകത്തിലേക്കാണ്. എന്തേ സംഭവിച്ചത്? അടിസ്ഥാനമില്ല, ഫൗണ്ടേഷൻ ഇല്ലാതെ അതിൻ്റെ മുകളിൽ കുറേ സംഗതി കെട്ടിപ്പോയി ഇവൻ പണിയെടുക്കുകയാണ്, പണിയോട് പണിയാണ്. പക്ഷേ അസിലില്ല, തൗഹീദിൻ്റെ ആ ഫൗണ്ടേഷനിൽ കെട്ടിപ്പടുത്തതല്ലെങ്കിൽ അല്ലാഹു സ്വീകരിക്കൂല. പണിയെടുത്ത് ശരിയാണ്, പക്ഷേ അടിസ്ഥാനം തകർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് വിഷയം, നിങ്ങൾ പഠിക്കുക.
നിങ്ങൾ അന്വേഷിക്കുക, തെളിവുകൾ തിരയുക, ചോദിച്ചു പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി കണ്ട് മനസ്സിലാക്കി അതിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.